ഇന്ന് നമ്മുടെ ഉപഭോഗ സംസ്കാരത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് വലിയ കുത്തക സൂപ്പർ മാർക്കറ്റ് മുതൽ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതവിടെ ചിലപ്പോൾ ചില സാധനങ്ങൾക്ക് നിസ്സാര പരസ്യയുടെ വ്യത്യാസങ്ങളുണ്ടായേക്കാം ചെറുകിടക്കാരെ അപേക്ഷിച്ച്. അത് ആ ചെറിയ ലാഭം ഉദ്ദേശിച്ച് ആളുകൾ, ബഹുഭൂരിപക്ഷം ആൾക്കാർ ആ സൂപ്പർ മാർക്കറ്റുകൾ ആശ്രയിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുകിട കച്ചവടക്കാരന് വലിയ കച്ചവടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവനൊന്നും പിന്നീട് ഈ കച്ചവട സ്ഥാപനം വെച്ചുകൊണ്ടിരിക്കാൻ വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. അങ്ങനെയാണ് സാധാരണ പല ചെറുകിട സ്ഥാപനങ്ങളും കൂടി. എന്നാൽ ഈ ചെറുകിടക്കാരെ ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന ആളുകൾ ആശ്രയിക്കുന്നത് എനിക്കറിയാവുന്നതാണ്. ഒന്ന്, അവിടെ ചെറിയ ചെറിയ സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു പിന്നോ, അതല്ലെങ്കിൽ ചെറിയ ഒരു സ്റ്റൗ പിന്നോ, ഇതല്ലെങ്കിൽ ഒരു വിളക്ക് തിരിയോ, ഇതല്ലെങ്കിൽ ഒരു 10 രൂപയുടെ ഈസ്റ്റോ, 10 രൂപയുടെ കുരുമുളകോ, 10 രൂപയുടെ മറ്റു സാധനങ്ങളോ ഒക്കെ വാങ്ങിക്കാനായിട്ട് ഇവർ വരുന്നു. അപ്പോൾ അവരും ചെറുകിടക്കാരെ ഓർക്കുന്നുണ്ട്. ഇത് സമൂഹത്തിൽ ഒന്നും നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് ഇത് ചെയ്യുന്നവർ മനസ്സിലാക്കുന്നില്ല. ഈ കടക്കാരനില്ലെങ്കിൽ പിന്നെ ഈ ചെറിയ സാധനത്തിന് ഇവർ സൂപ്പർ മാർക്കറ്റിൽ പോകും. അല്ലെങ്കിൽ ദിവസവും വാങ്ങിക്കേണ്ട പാലുകൾ, പാല്, തൈര്, ഇതൊക്കെ ഈ ചെറുകിടക്കാരെ ആശ്രയിക്കുന്ന രീതിയാണ്. അങ്ങനെയാണ് പലതും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 10 ദിവസത്തേക്കായിട്ട് പാൽ ആരെങ്കിലും വാങ്ങിച്ചു വെക്കും, അതുണ്ടാകാൻ പോണില്ല. അപ്പോൾ ചെറുകിടക്കാരെ നിലനിർത്തണമെന്ന് വേണ്ടത് ശരിക്കും സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അത് മറന്നാണ് പലരും പ്രവർത്തിക്കുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കി പറയുന്നത്, തല മറന്നാണ് പലരും എണ്ണ തേക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ നാട്ടില് ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ചെറിയൊരു ഏരിയ ആയാൽ പോലും വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ ചെറിയ കടക്കാർക്ക് ഉപദ്രവകരമായ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. ചെറിയ കച്ചവടക്കാരുടെ കച്ചവടം തീരെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ്. അത് മാത്രമല്ല, ഈ ഓൺലൈൻ മാർക്കറ്റുകൾ ഈ ചെറുകിട കച്ചവടക്കാർക്ക് ഒരു ഉപദ്രവമായി മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഓൺലൈൻ കച്ചവടങ്ങൾ ചെറുകിട കച്ചവടക്കാർക്ക് ഉപദ്രവമായി മാറിയിട്ടുണ്ട്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ധനാഢ്യരായിട്ടുള്ള ആളുകൾ ഓൺലൈൻ വഴി വരുത്തുകയും അതുകൊണ്ട് മറ്റുള്ളവർ ആവർത്തിക്കുന്നത്, അത് അനുകരിക്കുന്നു എന്ന രീതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു നിശ്ചിത അളവാണ് അവരെ പല സാധനങ്ങളും ഓൺലൈനിൽ കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യം കുറച്ച് ആവുള്ളെങ്കിൽ കൂടിയ അളവിൽ അവർ തരുള്ളൂ. പക്ഷെ അതിനുള്ള പൈസ അവർ വാങ്ങിയിരിക്കും, അവർ അതിൻ്റെ സർവീസ് ചാർജും എല്ലാം വാങ്ങിയിരിക്കും. പക്ഷേ ഇതൊന്നും ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഇന്ന് സാധാരണഗതിയിൽ നമ്മുടെ പണം മേലേക്കിടയിലേക്കാണ്, താഴോട്ടല്ല പോകുന്നത്. താഴേക്കിടയിലേക്കല്ല നമ്മുടെ ഓരോരുത്തരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമായിട്ട് കിട്ടുന്ന തുക മുകളിലോട്ടാണ് പോകുന്നത്. അത് താഴേക്കിടയിലുള്ള അങ്ങനെ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരിലോ മറ്റുള്ളവരിലൊക്കെ എത്തുന്നില്ല എന്നാണ് പൊതുവെ കണ്ടുവരുന്നൊരു പ്രവണത. ഓൺലൈൻ മാർഗങ്ങളിലൂടെ സ്വീകരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഈ സാധാ കച്ചവടക്കാർ നൽകുന്നതിനേക്കാളും കൂടുതൽ ലാഭം നൽകുന്നുണ്ടോ? ഇല്ല, ലാഭമൊന്നുമില്ല. തീർച്ചയായിട്ടും ലാഭമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ അത് അവരുടെ വീട്ടുപടിക്കൽ സാധനം എത്തിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമാണ്. ഈ സാധനം എത്തിക്കുന്നുണ്ടെന്നുള്ളൂ. അതായത് ഒരു പുതിയ കാലഘട്ടത്തിൽ പുതിയ ജനറേഷനിൽ അത്യാവശ്യം നമ്മൾ പറയുന്ന സ്ഥലത്ത് എത്തണം എന്നുള്ള കാര്യമാണ് കൂടുതലും. അതെ, പറയുന്നത് അതായത് ഉപഭോക്താവ് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് അവരുടെ മുമ്പിൽ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ഓൺലൈൻ വ്യാപാരം. ഓൺലൈൻ വ്യാപാരത്തിന് പിന്നെ ക്വാളിറ്റി ഉണ്ടോയെന്നോ മറ്റുള്ളതൊക്കെ പിന്നെ തുറന്നു നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ അറിയാൻ പറ്റില്ല. ആ സമയത്ത് ചെറുകിട കച്ചവടക്കാരൻ്റെ കാര്യത്തിൽ അവൻ്റെ സ്ഥലത്ത് വന്നിട്ട് പഴമായാലും മറ്റൊരു സാധനമായാലും അവൻ്റെ സാധനം ക്വാളിറ്റി നോക്കിയിട്ടാണ് വാങ്ങുന്നത്, അല്ലാതെ അല്ല വാങ്ങുക. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അനാവശ്യമായ സമയങ്ങളെല്ലാം പാഴാകുന്നത് കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബില്ലടിക്കുന്നതിനും മറ്റുള്ളതിനും എല്ലാം ഇത് കളക്ട് ചെയ്ത് ഓരോ സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത് എടുത്ത് കൊണ്ടുവരുന്നതിനുള്ള താമസങ്ങൾ. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന സമയം ഉൾപ്പെടെ ഏകദേശം 2 മണിക്കൂറിലേറെ ചിലവ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2040 അല്ലെങ്കിൽ 2030 ആകുമ്പോഴേക്കും ഈ ചെറുകിട കച്ചവടക്കാർ ഇല്ലാതാവുമോ? 2040 ആകുമ്പോഴേക്കും മിക്കവാറും ചെറുകിട കച്ചവടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലവ്യഞ്ജനങ്ങളും മറ്റും വിൽക്കുന്ന ചെറുകിട കച്ചവടക്കാരൊക്കെ മിക്കവാറും ഇല്ലാതാവും.
ഞങ്ങൾ പച്ചക്കറിയൊക്കെ വിൽക്കുന്നതൊക്കെ ഇല്ല. പിന്നെ എന്തെങ്കിലും വല്ല സ്റ്റേഷനറിയോ ശരിക്കും വല്ലൊട്ടിലൊടുക്ക് വല്ല 10 രൂപ സാധനം 20 രൂപ സാധനമൊക്കെ വിൽക്കുന്ന ആളുകൾ മാത്രമേ പുതിയ തലമുറ ആ ഒരു ബിസിനസ്സിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണില്ല. പിന്നെ നിവർത്തിയില്ലാത്തവർ ചിലപ്പോൾ അതിനകത്ത് നിൽക്കും എന്നുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഒട്ടും തന്നെ എക്സ്പീരിയൻസ് ഇല്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് വന്നതിന് ശേഷം ഒരു 2 മാസം പോലും എക്സ്പീരിയൻസ് ഇല്ലാതെ മറ്റുള്ള കടകൾ കണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കടകൾ കണ്ട് ഉടനെ തന്നെ ഒരു കട തുടങ്ങുന്നത് അഭികാമ്യമാണോ? തീർച്ചയായിട്ടും അഭികാമ്യമല്ല. നമ്മൾ അങ്ങനെ നമ്മുടെ കയ്യിൽ കുറേ കാശുണ്ടെന്നും പറഞ്ഞ് ആ കാശ് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ഇതിനകത്ത് ഒരു ബിസിനസ് ഏത് ബിസിനസ്സിനെ സംബന്ധിച്ചും ആ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ബിസിനസ് നടക്കുമോ എന്നുള്ളതിന് അവിടെ അതിനുള്ള കൺസ്യൂമർ റേഞ്ച് ഉണ്ടോ, കൺസപ്ഷൻ റേഞ്ച് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് ഒരു ബിസിനസ് തുടങ്ങുന്നവരാണ്. കച്ചവടത്തിലൊരു എക്സ്പീരിയൻസ് ആവശ്യമല്ലേ? എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതായത് ഓരോ കച്ചവടത്തിനെ സംബന്ധിച്ചും ഏത് ഐറ്റംസ് ആയാലും സ്ലോ മൂവിങ് ഐറ്റംസ് ഉണ്ട്, ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ സ്ലോ മൂവിങ് ഐറ്റംസ് എന്തോരം വേണമെന്നും ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് എന്തോരം വേണമെന്നും ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അത് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ചെറുകിട കച്ചവടക്കാരുടെ ഒരു നെഞ്ചത്തടിയാണ് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ. തീർച്ചയായിട്ടും അത് ആരംഭകാലത്ത് തന്നെ അതിനുള്ള വലിയ വാദപ്രതിവാദങ്ങളും സെമിനാറുകളും സംവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടോ മറ്റുള്ളവരൊന്നും അത് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണവും കയ്യൂക്കുള്ളവനാണോ കാര്യക്കാരൻ? തീർച്ചയായിട്ടും ഇതിന് ഒരു കുത്തക വന്നിരിക്കുന്നതിൽ കുത്തക ഇപ്പോൾ ഈ റിലയൻസ്, ഞാനിങ്ങനെ ഓരോ ഇതായിട്ട് പറയുന്ന റിലയൻസ് ആയാലും ഈ മറ്റു മാർട്ടുകളായാലും ജിയോ മാർട്ടായാലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഇതൊക്കെ അല്ലെങ്കിൽ ബിഗ് ബസാർ എന്നൊക്കെ പറഞ്ഞ് വരുന്നതൊക്കെ കുത്തക സ്വഭാവമാണ്.